how are you doing? Welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ബീൻ 2 weeks അല്ലേ, 1-2 വീക്കായി ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. വീട്ടിൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. മടി ഇൻ ദ സെൻസ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. സോ എഗെയിൻ ഇന്നൊരു വീക്ക് ഓഫ് ആണ്. സാധാരണ വീക്ക് ഓഫ് ഡേയ്സിലാണ് ഞാൻ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത്. നോർമൽ വീക്ക് ഡേയ്സിൽ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് ഭയങ്കര പാക്ഡ് ആയി പോകും. നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു സ്ട്രെസ് പോലെയാവും. അപ്പോൾ എനിക്ക് അങ്ങനെ സ്ട്രെസ് എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും, പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. വീക്ക് ഓഫ് ഡേയ്സിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വീഡിയോസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. ഐ മീൻ ലോങ് വീഡിയോ കേട്ടോ. ഷോർട്ട് വീഡിയോ കുറച്ച് ഈസിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വന്നത്, സോ ഇന്നൊരു ഐ തോട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം. വീട്ടിലിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരിക്കും. ആൻഡ് let's get started with my day in my life at home. ഗുഡ് മോർണിംഗ് എവറി വൺ. രാവിലെ എഴുന്നേറ്റ് ഹാളിലും റൂമിലൊക്കെ ആയിട്ടുള്ള കറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഒന്ന് ഫ്രഷനപ്പ് ആവാൻ വേണ്ടി വന്നു. ബ്രഷ് ചെയ്തു. അതിനുശേഷം ഒരു സ്ക്രബ് ഇടാന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ വീക്ക്ലി ഒരു വട്ടം ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ കഴിഞ്ഞ 2 weeks ആയിട്ട് കുറച്ചൊക്കെ ബിസി ആയതുകൊണ്ടും മടി ആയതുകൊണ്ടും ഞാനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വീക്കിൽ കുറച്ച് നല്ല ടൈം എടുത്തിട്ട് നല്ല സ്ലോ ആയിട്ട് സ്ക്രബൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിഷ്ടമാണ് ഫേസിൽ ഇങ്ങനെ മസാജൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ജോ ലൈനൊക്കെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മസാജ് അടിപൊളിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇടയ്ക്കൊരു ഡബിൾ ചിന്ന് പോലെ വരുന്നത് ഞാൻ സൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ എൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് ഫേസ് ഇങ്ങനെ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. വല്ലാതെ ഡ്രൈ ഔട്ട് ആവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലൻസറാണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു. സ്കിൻ കെയർ ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനൊരു സെയിം റൂട്ടീൻ തന്നെയാണ് കുറേ നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും. ആദ്യം ഞാൻ ഒരു ടോണർ യൂസ് ചെയ്തു. ഇറ്റ്സ് എ നോർമൽ ടോണർ ഫ്രം കോസറെക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 minutes വെയിറ്റ് ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആയ ശേഷം നിയാസിനമൈഡ് സെറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സെറാണ്. ഞാൻ എൻ്റെ ഒട്ടുമിക്ക വ്ളോഗുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ AM and PM യൂസ് ചെയ്യുന്ന ഒരു സിറം കൂടിയാണ് കേട്ടോ ഇത്. ഒരു 3 drops ആണ് ഞാൻ എടുക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 minutes വീണ്ടും വെയിറ്റ് ചെയ്ത് പിന്നെ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്യും. ഈ സ്നെയിൽ മ്യൂസിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. കാരണം എൻ്റെ സ്കിന്ന് ഇടയ്ക്ക് ഓരോ സീസൺ അനുസരിച്ച് ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. പക്ഷേ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ ഇട്ടു. സെറാവിയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ക്രീമും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രീം എൻ്റെ ഫേസിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ലോഷനിലേക്ക് മാറി. എനിക്ക് ലോഷനാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അണ്ടർ ഐ ക്രീം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫിലോർഗയുടെ ഒപ്റ്റിമം ഐ ഫില്ലറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ സാധനം ഏകദേശം കഴിഞ്ഞു. ഇനി പക്ഷെ ഞാൻ ഇതേ ഐറ്റം തന്നെയാണോ വാങ്ങിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല. ഇത് കുറച്ച് പ്രൈസിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോഡി ലോഷൻ കൂടെ അപ്ലൈ ചെയ്തു. വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ബോഡി ലോഷനൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും. പക്ഷെ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറ്റേ സ്ട്രെച്ചിൽ അങ്ങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നൈറ്റ് ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തതാണ്. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല. ഒരു 3 days കഴിയുമ്പോഴാണ് അധികവും ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഡെയിലി ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഹെയർ ഫോൾ വരാറില്ല. ഇങ്ങനെ ഗ്യാപ്പ് ഇടുമ്പോൾ നന്നായിട്ട് ഹെയർ ഫോൾ വരികയും ചെയ്യും. പക്ഷേ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാൻ ഞാൻ
എന്താ പറയുക, എനിക്ക് കുറച്ച് മടിയുമാണ്. പിന്നെ അതിനുള്ള ടൈം അധികം എനിക്ക് കിട്ടാറില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് നമുക്ക് കുറച്ചൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഐ മീൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളായി ഇത് ഉണ്ടാക്കിയിട്ട്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായി ഇത് വീണ്ടും ഉണ്ടാക്കിയിട്ട്. സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. എന്താ പറയുക, സ്പെഷ്യലാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒട്ടുമിക്കത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനത്തെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയുള്ള ഒന്ന് തന്നെയാണെന്ന്. നല്ല ലേറ്റായി എഴുന്നേറ്റപ്പോൾ. ഇന്നലെ ഒരു മൂവിയൊക്കെ കണ്ട് നല്ല ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ ഏകദേശം നമ്മൾ ലഞ്ച് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് പിന്നെ വിശക്കില്ല. നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡ് റെസിപ്പിയും കൂടെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. എൻ്റെ ഒട്ടുമിക്ക ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലും ആഡഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. എനിക്കും അർജുനും ഒരേപോലെ ഈ ഫ്രൂട്ട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും അവക്കാഡോ വെച്ചിട്ട് എന്തെങ്കിലും ഡിഷ് ആണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതൊരു നല്ല ഫില്ലിംഗ് ആണ് വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ. അതേപോലെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈസി ആയിട്ട് കഴിക്കാനും പറ്റും. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് അവക്കാഡോ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമൊന്നും ഇത് കഴിക്കാറില്ലായിരുന്നു. ഇവിടെ UAE വന്നതിന് ശേഷമാണ് ഇതിനോടൊരു അഡിക്ഷൻ പോലെ വന്നു തുടങ്ങിയത്. ഇന്നെന്തായാലും നമുക്ക് അവക്കാഡോ വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. സാധാരണ അവക്കാഡോ വെച്ചിട്ട് നിങ്ങൾ മധുരം ആണെങ്കിലും ഉപ്പാണെങ്കിലും അതിനനുസരിച്ച് ഇത് പിടിച്ചു നിന്നോളും. നമുക്ക് മധുരട്ടും കഴിക്കാൻ പറ്റും, അതേപോലെ ഉപ്പിട്ടിട്ട് നമ്മുടെ ടോസ്റ്റൊക്കെ ആക്കിയിട്ടും കഴിക്കാൻ പറ്റും. ഇന്നെന്തായാലും ഞാൻ ഒരു അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു അനിയൻ കൂടെ വേണം. അതിനിങ്ങനെ ചെറുതായിട്ട്, നല്ല ചെറുതായിട്ട്, എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്താല് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ടൊമാറ്റോ വേണം. ഒരു ടൊമാറ്റോ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കണം. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗാണ്. അത് ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗാർലിക്കാണ്. അതും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ മാഷ്ഡ് അവക്കാഡോയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോൾട്ട് ആഡ് ചെയ്യണം, പെപ്പർ ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് വിനിഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒലീവ് ഓയിലും കൂടെ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത അവക്കാഡോ അല്ലെങ്കിൽ നല്ല കയ്പ്പ് വരും കേട്ടോ. നമ്മൾ അവക്കാഡോ വാങ്ങിക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വീട്ടിൽ വെച്ചിട്ട് അത് പാകമായി വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ അധികവും അത് ഫ്ലോപ്പ് ആവാറാണ് പതിവ്. പിന്നെ മെക്സിക്കൻ ഹൗസൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള അവക്കാഡോ ആയിരിക്കും. അതായ ശേഷം നമുക്കിനി എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 eggs ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയാണ് ഇവിടെ ഇപ്പോൾ 3 egg എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പറും അതിൻ്റെ കൂടെ സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന് അങ്ങനെ പ്രത്യേകിച്ച് പേരുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പേരൊന്നുമില്ല. ഞാൻ അവക്കാഡോ വെച്ചിട്ട് കുറേ പരീക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കാറുണ്ട്. ആ പരീക്ഷണങ്ങളിൽ പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഇതിന് സിമിലർ ആയിട്ടുള്ള കുറേ ഡിഷസൊക്കെ ഞാൻ മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പാൻ വെക്കുക നമുക്ക്. അത് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബട്ടർ വേണം. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ, സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറല്ല. അത് ഒരു ചെറിയ സ്ലൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓംലെറ്റ് ആക്കി എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തി ആക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഓയിലൊന്നും ആക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അധികവും ബട്ടർ സ്പ്രെഡ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ എൻ്റെത് എപ്പോഴും കരിഞ്ഞു പോകാറുണ്ട്. ബട്ടർ സ്പ്രെഡ് ചെയ്ത ശേഷം ഇനി നമുക്ക് അതിൽ ഓംലെറ്റ് ആക്കിയെടുക്കാം. ഞാൻ ഈ 3 eggs വെച്ചിട്ട് 2 ഓംലെറ്റ് ആണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം, അധികം ഒന്ന് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി.
കറുത്തു വേണ്ടല്ലോ അത് അവക്കാടോ. അത് കുറച്ച് നേരം വെച്ചിട്ട് ഒലിവ് ഓയിൽ ഒന്ന് എടുക്കുന്നു. ഗ്രോസറിയിലൂടെ പോയിട്ടല്ലേ വരുള്ളൂ. ഓംലെറ്റിന്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ ചപ്പാത്തി കൂടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ടിട്ട് എടുക്കാട്ടോ. ഇത്രയാണ് നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിൽ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അധിക നേരം ചപ്പാത്തി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. അതൊരു സോഫ്റ്റ് ആയിട്ട് കിടന്നാലാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അവക്കാഡോയുടെ മിക്സ് ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗോക്കമോളി എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഗോക്കമോളി ആകുമ്പോൾ കുറച്ചുകൂടെ കൊറിയാണ്ടർ ലീഫൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തി സോഫ്റ്റ് ആണെങ്കിലാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. ക്രിസ്പി ആയി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ 2 വെർഷനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ നടുകിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഒരു അവക്കാഡോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Ajay, do you like it? Taste ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ടു ഗുഡ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. Last piece with full of stuffed avocados inside, and this is my favorite bite. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അർജു വീട്ടിൽ നിന്ന് ഇറങ്ങി. അർജുൻ എന്തോ ബാങ്കിൽ പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ ആ ക്ലീനിങ് പരിപാടികളിവിടെ ചെയ്തു വെച്ചു കേട്ടോ. സാധാരണ ഞാനാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നർ ആയാലും ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ പോയിരുന്ന് കഴിച്ച ശേഷമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഞാൻ തന്നെയാണോ കുക്ക് ചെയ്യാറ് എന്ന് ചോദിച്ചാൽ അല്ല. ഞങ്ങൾ ആർക്കാണോ ടൈമുള്ളത് അവരാണ് അധികവും കുക്ക് ചെയ്യാറുള്ളത്. ഇപ്പം മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ പോവുകയാണെങ്കിൽ അർജു വീട്ടിലുണ്ടെങ്കിൽ അർജു കുക്ക് ചെയ്യും. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇനി ഞാനായിരിക്കും കുക്ക് ചെയ്യുന്നത്. പിന്നെ വീക്ക് ഓഫ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ഞാൻ ഉണ്ടാക്കുന്നു. എനിക്കിപ്പോൾ ഒരു കുക്ക് ചെയ്യാനൊരു മൂഡില്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന്. അപ്പൊ പിന്നെ അർജു ആക്കിക്കോളും. അങ്ങനെ നീ തന്നെ എല്ലാ ജോലികളും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി തന്നെ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള പിടിവാശികളൊന്നും ഞങ്ങൾക്കിടയിലില്ല കേട്ടോ. അത് കഴിഞ്ഞ വീക്കിലുള്ള കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ടും ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ടും കുറേ ഡ്രസ്സുകൾ ഉണ്ടാവും ഓരോ വീക്കും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വച്ച ശേഷം കുറച്ച് നേരം ഞാൻ പോയിട്ട് ഒരു മൂവിയൊക്കെ കണ്ടു. അപ്പത്തേനും അർജു പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഗ്രോസറി ഷോപ്പിങ്ങിന് ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. ഇന്ന് എന്തായാലും അർജുന് പുറത്തു പോകാനുള്ളത് കൊണ്ട് തിരിച്ചു വരുമ്പോൾ എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ഫ്രൂട്ട്സ് ആണ് അധികം വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ആണ് അത് വാങ്ങിക്കാറുള്ളത്. അതിൽ സ്പൈസി ഉണ്ട്, നോൺ സ്പൈസി ഉണ്ട്. ഒരു ചിക്കൻ ബ്രെഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ മുമ്പത്തെ വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, ആ ഒരു ചൂടോട് കൂടി ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലൊക്കെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ? ശരിക്കും
കിട്ടൂ ഇത്? കിട്ടില്ല. ഇന്ന് ലഞ്ചിന് ഞങ്ങൾ ചോറും അതിൻ്റെ കൂടെ മീൻകറിയും കൂടെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചിക്കനോ ഫിഷോ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ പരിസരത്തേക്ക് അങ്ങനെ പോകാറില്ല. അർജുവാണ് അധികവും ചിക്കനും ഫിഷൊക്കെ പല വെറൈറ്റി ഡിഷുകളായിട്ട് കുക്ക് ചെയ്യാറുള്ളത്. ഇന്ന് മീൻ കറിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. മത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വീക്കും ഫിഷ് ഉണ്ടാവും. അത് ഏതെങ്കിലുമൊക്കെ ഫിഷായിട്ട് അധിക വീക്കും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഉപ്പേരിക്കായിട്ട്, ഉപ്പേരിയല്ല പീരയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്, കോവയ്ക്ക് വെച്ചിട്ട്. വെജിറ്റബിൾസിൻ്റെ അധിക ഐറ്റവും ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഫിഷ് കറി പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ റൈസും കൂടെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോവയ്ക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു. നമ്മൾ പീര വെക്കുമ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിന് കുറച്ച് ടേസ്റ്റ് ഉള്ളത്. എനിക്ക് പിന്നെ അധികം ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു മിനിമം സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തു. മഞ്ഞപ്പൊടി, മുളക് പൊടി, സോൾട്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കുടംപൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അധികം ഇങ്ങനെ ചട്ടിയിലാണ് പീരയൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇതിൽ വെക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് വരാറുള്ളത്. പിന്നെ കുറച്ച് ഫിഷ് എടുത്തിട്ട് ഞങ്ങളൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് അധികവും ഈ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. എന്തെങ്കിലും ഫാൻസി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് അധികവും പുറത്ത് പോയിട്ട് കഴിക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എപ്പോഴെങ്കിലും കഴിക്കണം തോന്നിയാൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കും. അല്ലാതെ വീട്ടിൽ തന്നെയാണ് അധികവും കുക്ക് ചെയ്യാറുള്ളത്. വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പുറത്തു പോയി കഴിക്കാൽ അധികവും ഞങ്ങൾക്ക് കിട്ടാറില്ല. എനിക്ക് അധികം പുറത്തുനിന്ന് കഴിക്കാനും വലിയ താല്പര്യമില്ല. ഒരു ദിവസം 2 ദിവസമൊക്കെ മാക്സിമം കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് അടുത്ത ദിവസം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു നൈറ്റ് മെയർ ആണ്. അതുകൊണ്ട് ഈവൻ എൻ്റെ ലഞ്ചായാലും ഡിന്നറായാലും എല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അതേപോലെ തന്നെ അർജുവും പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ചോറും അതിൻ്റെ കൂടെ നല്ല എരിവുള്ള മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻകറിയായിരുന്നു. മാങ്ങയിട്ട് മീൻകറി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അധികവും ഇന്ന് മീൻകറി വെച്ചാൽ ഇന്നേ ഞാൻ കഴിക്കുള്ളൂ. നാളെ അത് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോവയ്ക്ക പീര എനിക്ക് ഇഷ്ടമാണ്, അതും കുറേ അധികം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും കൂടെ എല്ലാം കൂടെ ആയപ്പോൾ ഇന്നത്തെ ലഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിലധികം ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ നാടൻ ഐറ്റംസ് ഒക്കെയാണ് അധികവും ലഞ്ചിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. ഒരു ദിവസം ഒരു നേരം മാത്രമാണ് ഞങ്ങൾ റൈസ് കഴിക്കാറുള്ളത്. അതധികവും ഈ ലഞ്ചിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഞാനൊരു സീരീസ് ഒക്കെ വെച്ചിരുന്ന് കണ്ടു. പിന്നെ കുറച്ചു നേരം ചുമ്മാ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. TV ഒക്കെ ഓഫ് ചെയ്തു. പിന്നെ കുറച്ചൊരു ഹെയർ മസാജ് ഒക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കാലിലും തലയിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് തരുന്നത്. അധികവും അർജുനാണ് ഇവിടുന്ന് ചെയ്തു തരാറുള്ളത്. വീട്ടിലാണെങ്കിൽ ഞാൻ അധികവും അമ്മേൻ്റെ അടുത്ത് പോയിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് അമ്മേ ഹെയർ മസാജ് എന്നും പറഞ്ഞ് പോയിട്ടിരിക്കാറുള്ളത്. നമുക്കില്ലേ ഒരു ഫേസ് മാസ്ക് ഇടാം. കുറച്ച് നാളായി ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് ഇപ്പൊ ഇട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഞാനിത് എന്റെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ദിസ് ഇസ് ആന്റി ഏജിങ് ആൻഡ് ഓക്സിജനേറ്റിംഗ് സ്കിൻ ടോൺ പെർഫെക്റ്റിംഗ് ഫേസ് മാസ്ക്. ബ്ലൂ ക്ലേ ജിൻസെങ് എക്സ്ട്രാക്ട് ഒക്കെയാണ് ഇതിലുള്ളത്.
15 മിനിറ്റ് ആയി. ഇനി ഞാൻ പോയിട്ട് ഫേസ് ഒന്ന് കഴുകിയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാൻ ആസ്റ്ററിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന്. സോറി, ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് കാണാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. എന്താണ് പിന്നെ രാവിലെ ഞാൻ കാണിച്ചില്ലേ സ്കിൻ കെയർ, അത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് തന്നെയാണ് രാവിലെ ചെയ്യുന്ന സെയിം തന്നെയാണ് ഞാൻ നൈറ്റിലും ചെയ്യാറുള്ളത്. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിന്നർ എന്തേലും, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, പക്ഷെ എന്തേലും കുറച്ച് കഴിക്കണം. പിന്നെ എന്തെങ്കിലും മൂവിയൊക്കെ ഇരുന്ന് കാണണം. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്തെന്ന് കാണിച്ചു തരാം. ക്ലെൻസർ ഉണ്ട്. എൻ്റെ ക്ലെൻസർ തെളിഞ്ഞിരിക്കുകയായിരുന്നു. സോ അതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. സെറാവി ഹൈഡ്രേറ്റിംഗ് ക്ലെൻസ്. പിന്നെ ബ്യൂട്ടി ഓഫ് ജോസൺ സൺസ്ക്രീൻ. ഞാനിത് എപ്പോഴും കാണിക്കാറുള്ള സൺസ്ക്രീനാണ്. ഇത് എൻ്റെ തീർന്നിരിക്കുന്നു. സോ പുതിയൊരെണ്ണം. കൊറിയൻ ബ്രാൻഡ്. എനിക്കൊന്നും ഇത് ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവുന്ന പോലെ തോന്നാറുണ്ട്. സോ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് തന്നെയാണ്. മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കെന്തോ കുറച്ച് കാലം ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ എല്ലാ സൈറ്റിലും ഓട്ടോ സ്റ്റോക്ക് ആയിട്ട് കണ്ടു. പിന്നെ ഞാൻ വേറെ ഇതിലേക്ക് സ്വിച്ച് ചെയ്തു. ബാക്ക് ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് സ്റ്റോക്ക് കണ്ടപ്പോൾ ഞാൻ ബാക്ക് ടു ഇതിലേക്ക് തന്നെ വന്നു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സൺസ്ക്രീനാണ്. സോ ദാറ്റ്സ് ഓൾ. ടോണറും സിറും സ്നെയിൽ മ്യൂസിനും മോയ്സ്ചറൈസറും എല്ലാം കൂടെ ഇടുമ്പം സ്കിന്ന് എപ്പോഴും എൻ്റെ സ്കിൻ ഇപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകാറില്ല. ആദ്യമൊക്കെ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. പിന്നെ റെഗുലറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ അങ്ങനെ ഉണങ്ങിയിരിക്കാറില്ല എൻ്റെ സ്കിൻ. എപ്പോഴും ഒരു എന്താ പറയുക, കുറച്ചൊരു എനർജി ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. കുറച്ചു നേരം ഒരു സീരീസ് ഒക്കെ ഇരുന്ന് കണ്ടു. ഇനി ഉറങ്ങേണ്ട സമയമായി. എന്താ പറയുക, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.